Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ jumpsuit ആണ്. 2 to 3 years ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു മോഡലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഹിപ്പ് ബെൽറ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്ലീവ്സിൽ ഫുൾ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഫ്രിൽസ് വരുന്ന രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്തിട്ട് യൂണിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ യോക്ക് പോർഷനിലാണ് നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് പീസിലാണ് ആദ്യം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ യോക്ക് പോർഷൻ്റെ മെഷർമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോട്ടം പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നല്ല ഭംഗിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ജൂനിയർ ജംപ്സൂട്ട് നല്ല ഭംഗിയിൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. യോക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞു. യോക്ക് പോർഷൻ വെച്ചിട്ട് നമുക്ക് ബോട്ടം പോർഷൻ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ലീവ്സ് ഇല്ലാത്ത മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവ്സിന് പകരമായിട്ട് ഷോൾഡറിൻ്റെ ഹാഫ് പോർഷൻ തൊട്ടിട്ട് നമ്മൾ ഫ്രിൽഡായിട്ട് സ്ലീവും കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും ഫ്രിൽസ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ബേബി ജംപ്സൂട്ടൊക്കെ എടുക്കാൻ പോയി എന്തായാലും തന്നെ ഒരു 500 റേഞ്ചിൽ നമുക്ക് കിട്ടില്ല. ഏറ്റവും കുറച്ച് തുണി കൊണ്ട് നല്ല മോഡലായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് നമ്മൾ ജംപ്സൂട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ പീസും സെയിം ലൈനിങ് പീസിൻ്റെ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഹിപ്പിലൊരു ബെൽറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബെൽറ്റിനായിട്ടുള്ള ക്ലോത്ത് മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലി നമ്മുടെ സ്ലീവ്സിന് പകരം ഫ്രിൽഡ് ആയിട്ടുള്ള ഒരു നെറ്റഡ് ക്ലോത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ബാക്ക് പീസാണ് എടുത്തുള്ളത്. ബാക്കിൽ സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലത്തെ ഓപ്പണിങ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് യോക്ക് പോർഷൻ്റെ. എന്നിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ പീസും ബാക്കത്തെ പീസിനും ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ നെക്സും സ്ലീവ്സും ഒരു പൈപ്പിംഗ് പോലെ വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയാണ് അടിച്ചു കൊടുക്കുന്നത്. ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് പീസ് കൊണ്ടാണ് നമ്മൾ നെക്കും സ്ലീവും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്കും സ്ലീവ്സും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഫ്രിൽസ് ആയിട്ട് കിടക്കുന്ന ഒരു പോർഷനും കൂടി ഉണ്ട്. അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫ് പോർഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ലൈനിലൂടെ നമ്മുടെ ഫ്രിൽഡ് പോർഷനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ യോക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡ്സും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം.
ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കേർവ്സ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അറ്റത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ട് ആ കേർവ്സ് ജോയിൻ ചെയ്തത് നിവർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പാൻറ്റിൻ്റെ മോഡലിൽ കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബോട്ടം പീസ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ബോട്ടം പീസും യോക്ക് പോർഷനും ജോയിൻ ചെയ്യാണ് ഹിപ്പിൻ്റെ അവിടേക്ക്. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ബെൽറ്റ് ഇടാനായിട്ടുള്ള ബെൽറ്റിൻ്റെ ലൂപ്പും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ജംപ് സൂട്ട് നല്ല ഭംഗിയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്ക്കാൻ പറ്റുന്ന ന്യൂ മോഡൽസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് കാണാനായിട്ട്. ഫൈനലി നമ്മളുടെ ജൂനിയർ ജംപ് സൂട്ട് നല്ല ഭംഗിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇട്ട് കാണാൻ ഒന്നും കൂടി നല്ല രസമാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ അടിപൊളി ആയിട്ട് കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.